പിഷാരടിയെങ്കിൽ പാലക്കാട് ശോഭയുടെ വിജയം ഉറപ്പ്. i2y ന്യൂസ് റിയാക്ട് 4 ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പ്രിയമുള്ളവരെ, ഇന്ന് i2y ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നീതി തേടി ആരംഭിച്ച മിഷൻ 250യുടെ 141ാം ദിനം. ഇന്നലെ ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിതായിരുന്നു: പാലക്കാട് പിഷാരടിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ എന്ത് സംഭവിക്കും? കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ നിലപാടിനോട് ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന്. നൂറുകണക്കിന് ആളുകളാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണമാണ്. അതിനു മുമ്പ് ഇന്നലെ തന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു. പിഷാരടി പാലക്കാട് മത്സരിക്കും എന്നത് 24 ചാനലുകാരൻ്റെ അവരാണ് ആദ്യമേ ഇപ്രകാരം ഒരു റൂമർ പുറത്തുവിട്ടത്. അന്നേരം ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ചാനൽ അവർ ഇപ്രകാരം ഒരു കിംവദന്തി പടച്ചുവിട്ടതാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു സജഷൻ ഇട്ട് അത് ക്ലിക്കായാൽ പിഷാരടി അവിടെ നിന്നാൽ അവരുദ്ദേശിച്ച കാര്യം നടന്നു. അതിനുവേണ്ടി ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടി ഇറക്കിയ ഒരു നമ്പറാണ്. അതുകൊണ്ട് സകല മാധ്യമങ്ങളും അവരുടെ പുറകെ പോയി ആ വാർത്ത കൊടുത്തു എന്നത് ഞങ്ങൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. ഈ വിഷയത്തിൽ രമേശ് പിഷാരടി പറയുന്നത് കേൾക്കുക. പാലക്കാട് സ്ഥാനാർത്ഥിത്വം ഞാനിപ്പോൾ അത് ഇവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും പറയണമെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ മിണ്ടുന്ന ഈ നിമിഷം വരെ ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ആരെങ്കിലും അങ്ങനൊരു വിഷയം എന്നോട് സംസാരിക്കുകയോ ഞാൻ തിരിച്ച് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യങ്ങളിലുമെല്ലാം എപ്പോഴും ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ എൻ്റെ പേരിങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞ് വരുന്നത് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേന്ദ്രവും കേരളവും 10 വർഷം നമുക്ക് ഭരണമില്ലാതൊരു സമയത്ത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് തുറന്നു പറയാൻ കാണിക്കുന്ന എൻ്റെ നിലപാടിനോട് കാണിക്കുന്നൊരു സ്നേഹമായിട്ടായിരിക്കും ആ പേരങ്ങനെ വരുന്നത് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് പോലെ ഞാൻ കാണുന്നു. പക്ഷേ നേതൃത്വം അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പരാതികളില്ല. ഞാനൊരു അച്ചടക്കമുള്ള പ്രവർത്തകനായി 10-30 മണ്ഡലങ്ങളിൽ എനിക്ക് പറ്റുന്നിടത്തോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് പോകും. ഞാൻ അതെല്ലാ തവണയും പോയിട്ടുണ്ട്. ആവശ്യപ്പെട്ടാൽ തയ്യാറാണ്. ആവശ്യപ്പെട്ടാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും പറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ നിൽക്കാം. പക്ഷേ ഇല്ലെങ്കിലും പരാതിയില്ല. അല്ലാതെ അതൊരു വലിയ ഞാനതിലൊരു ഭയങ്കര ഒബ്സസ്ഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ആവശ്യപ്പെട്ടാൽ ആലോചിക്കാം, അല്ലെങ്കിൽ തയ്യാറാണ്. എന്നാൽ കിട്ടിയില്ലെങ്കിൽ, എന്നോട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. ഞാൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്നത്രയും മണ്ഡലങ്ങളിൽ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ പ്രചരണത്തിന് പോകും. ഞാൻ അത് പറയാതിരുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലല്ലോ. ഞാനത് പറയാതിരിക്കുന്നത് എന്തിനാ? ആണെങ്കിൽ അത് അങ്ങനെ പറയണ്ടല്ലോ. അപ്പം ഞാനായിട്ടത് അത് പറയേണ്ട ആളുകൾ പറയേണ്ട സമയത്ത് ഞാനുമായിട്ട് കൂടെ സംസാരിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കും. വാർത്ത ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രത്യേക വാർത്തയല്ല. അത് എല്ലാ തവണയും അങ്ങനെ കേൾക്കാറും കാണാറുമുണ്ട്. പാലക്കാട് എന്നുള്ളതല്ല. ഞാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത ഉള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനമാണെന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമാണ്. അതുകൊണ്ട് അതൊരു ഏത് മണ്ഡലമായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. വളരെ നന്ദി. പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരൊറ്റ നേതാക്കന്മാരും തന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. i2y ന്യൂസ് ഇന്നലെ പറഞ്ഞത് യാഥാർത്ഥ്യമാകുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു: നിർബന്ധിച്ചാൽ ഞാൻ വേണേൽ നിൽക്കാം എന്ന്. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആർക്കും ഒരു ആഗ്രഹം കാണില്ലേ. ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഇന്നലെ ഞങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിൽ ജനങ്ങളുടെ പ്രതികരണമാണ്. i2y ന്യൂസ് റിയാക്ട് 4 ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പേര് തോമസ്, പാലക്കാടാണ് വീട്. വിളിക്കുന്നത് കുവൈറ്റിൽ നിന്നാണ്. ഈവൻ ഷാഫിയെക്കാളും രാഹുൽ അവിടെ നിന്നാ ജയിക്കും, ഒരു സംശയമുള്ള കാര്യത്തിന്. അതെന്താ കാരണം എന്നറിയോ? രാഹുലിന്റെ കാലിബർ, അവന്റെ IQ, അവന്റെ ടാലന്റ്, അവന്റെ ആ ഒരു പ്രസന്റേഷൻ, അതൊക്കെ വളരെ ഓസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാലക്കാടുകാരനാണ്. എന്റെ കുടുംബത്തിൽ തന്നെ 50ഓളം വോട്ടുണ്ട്. പൂർവികമായിട്ട് പാലക്കാട് ഒരിക്കലും UDF മണ്ഡലമല്ല, അത് കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ്. ഈ ഷാഫിയുടെ ഒക്കെ കഴിവുകൊണ്ട് ജയിച്ചു വന്നാണ്. അപ്പം തീർച്ചയായിട്ടും രാഹുലിനെ ഞങ്ങൾക്ക് MLA ആയിട്ട് അടുത്ത 5 കൊല്ലം വേണം. അപ്പൊ രാഹുൽ ഇല്ലാന്നുണ്ടെങ്കിൽ
വളരെ കഷ്ടമാണ്. UDF ആ ഒരു സീറ്റ് പോകും. അത് മുസ്ലിം ലീഗ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിം ലീഗ് ഇതിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം. രാഹുലിനെ തന്നെ നിർത്തണം. കാരണം അദ്ദേഹത്തിന്റെ ഒരു കൊല്ലത്തെ സർവീസിൽ, ഒരു കൊല്ലത്തെ ആ പീരീഡിൽ ഞങ്ങൾക്ക് ആളെ കൊണ്ട് ഒരു സർവീസും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട് അതില്. അപ്പൊ എന്റെ ഒരു സിൻസിയർ ഒപ്പീനിയൻ അതാണ്. ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ രാഹുലിന് വോട്ട് കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. രാഹുലിനെതിരെ ഒരു നീതി നിഷേധം ഉണ്ടായി എന്ന് ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലേ? ജനങ്ങൾ പറഞ്ഞാൽ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും വിശ്വസിക്കുന്നുണ്ട്, BJP കാരുമുണ്ട്. ശോഭ ചേച്ചീനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ശോഭാജി മോശക്കാരിയല്ല. പക്ഷേ രാഹുലും ഇല്ലാന്നുണ്ടെങ്കിൽ ശോഭാജി ജയിക്കും. പക്ഷേ രാഹുൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ശോഭാജി അല്ല, ഇനി ആര് വന്നു നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം രാഹുലിനെതിരെ ഒരു അനീതി നടന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് എല്ലാ രാഹുലിനെ തന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കും. ഇനി രാഹുൽ വേറെ എവിടെയും പോയി നിൽക്കും. ഇനി അഥവാ രാഹുൽ ഇപ്രാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് പോലും നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതോടെ രാഹുലിന്റെ ആ പൊളിറ്റിക്കൽ കരിയർ കഴിഞ്ഞു. ഈ പറയണ ഒരു സോഫ്റ്റ് കോർണർ ആരിൽ നിന്നും അവന് കിട്ടില്ല. വികാരം കൊണ്ട് പറയല്ല. വലിയ കടുത്ത കോൺഗ്രസ് സ്നേഹം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ രാഹുലിന് ഇത് അവസാനം അയാളുടെ കരിയർ തന്നെ തീർന്നു പോകത്തില്ലേ? കരിയർ തന്നെ തീർന്നു പോകും. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ യുവതലമുറയ്ക്ക് പണ്ടത്തെ പോലെ ലോയൽറ്റി ഒന്നുമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തുള്ള എബിലിറ്റി ഉള്ളവരെ നോക്കി നിൽക്കും. സന്ദീപ് വാര്യർ ആണ് മിടുക്കനാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ രാഹുൽ തന്നെ പാലക്കാട് നിൽക്കണം. അതാണ് കോൺഗ്രസിന് നല്ലത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇൻ കേസ് ഇതുപോലെ ഇവര് ഒരു വീണ്ടും വാശിയോടെ തന്നെ, വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ രാഹുലിന് പകരം വേറെ ആരെയെങ്കിലും പാലക്കാട് നിർത്തിയാൽ അത് കോൺഗ്രസിന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെറ്റ് ബാക്ക് ഉണ്ടാക്കുമോ? എന്തായാലും സതീശനൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് CPM ആയിട്ടും BJP ആയിട്ടും ഒക്കെ. പക്ഷെ നമ്മുടെ ഒരു വിഷയം, ഈ രാഹുൽ പാലക്കാട് വന്നില്ലെങ്കിൽ രാഹുലിന് തന്നെയാണ് നഷ്ടം. വിഷമമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ സങ്കടമുണ്ട്. കാരണം എന്താ, നമ്മൾക്ക് ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ വീട്ടിലൊക്കെ കുരിശ് വരയ്ക്കുമ്പോൾ പോലും, വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോൾ പോലും ഞങ്ങൾ 2 നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലും രാഹുലിന് വേണ്ടിയിട്ട്. കാരണം ഒരു നീതി നിഷേധിക്കല്ലേ. ഇപ്പൊ നമ്മൾ ഈശോയെ കുരിശിൽ തറച്ചത് നീതി നിഷേധിച്ചിട്ടാണ്. പിന്നീട് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ അയാൾ നീതിമാനായിരുന്നു എന്ന്. അതേ അവസ്ഥ തന്നെയാണ് ഈ കുട്ടിക്ക് വന്നേക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. സർ, കോയമ്പത്തൂർ നിന്നാണ്. പേര് ദീപ. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: രാഹുലിന് പകരം കോമഡി പിഷാരടിയെ പാലക്കാട്ട് നിർത്തിയാൽ എന്ത് സംഭവിക്കും? അയ്യോ സാർ, അതെ, എന്തിനാണ് ബിജെപിക്ക് വേണ്ടിയിട്ട് ആരോ ഇതിന്റെ പിറകിലുള്ളത് പോലെ ഇല്ലേ? അങ്ങനെ സാറിന് തോന്നുന്നില്ലേ? അതായത് BJP ജയിക്കണം എന്നുള്ളത് പോലെ. അതെ, അന്നേരം BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കുവാൻ വേണ്ടി അതായത് തിരുവനന്തപുരത്ത് നമ്മുടെ കോൺഗ്രസ്സുകാർ പാടുപെട്ട് അതിന് അവസരം ഒരുക്കി കൊടുത്തു. അതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഇവന്മാർ വഴിവെട്ടി കൊടുക്കുന്നു. അല്ല, ഇവന്മാർ മണ്ടന്മാരൊന്നുമല്ലോ. ഇത്രയും ജനങ്ങളുടെ പ്രതികരണങ്ങളും ഇത്രയും ആളുകളുടെ ആ ഒരു വികാരവും മനസ്സിലാക്കാതെ വളരെ പ്രതികാരപരമായി ഇപ്രകാരം ഒരു നടപടി എടുത്താൽ തോക്കുമെന്ന് ഉറപ്പായിട്ട് പോലും അവന്മാർ ഈ പണിയുമായിട്ട് മുന്നോട്ട് പോയാൽ അതിന്റെ അർത്ഥം സഹോദരി പറഞ്ഞ പോലെ തന്നെയാണ്. അതെ സാർ. അയ്യോ, എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്കിപ്പോ ഞങ്ങളിവിടെ ഒത്തിരി വർഷമായി തമിഴ്നാട്ടില്. പക്ഷെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മള് ജനിച്ചത് കണ്ണൂരാണ് സാർ. സോ എന്നിട്ട് ഇവര് ഈ ഷാഫി രാഹുൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇതാണ്. എസ്പെഷ്യലി രാഹുൽ ഭയങ്കര ഒരു എന്താ പറയാ, അയാളുടെ സംസാരവും ജനങ്ങളോട് ഇടപഴകുന്ന ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ്. എങ്ങനെയെങ്കിലും ജയിലിൽ കിടക്കുന്ന സമയത്ത് കരഞ്ഞിട്ട്, ഞാൻ സ്പൈനൽ സർജറി കഴിഞ്ഞതാണ് സാർ, അപ്സ്റ്റെയർന്ന് താഴെ വീണിട്ട്. അപ്പൊ ഈ ടെൻഷൻ ഇതെല്ലാം കൂടി കൂടുതലായി പോയി, വേദന. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ആൾക്കാരിപ്പോ ഇതിനു മുമ്പില് കുറച്ചു മുമ്പിൽ പറയുന്ന കേട്ടു, ഇങ്ങനെ മനഃപൂർവ്വം എന്നല്ല, അയാൾക്ക് അത്രമാത്രം സമ്മർദ്ദം ഉണ്ടാവും തോന്നുന്നു. ഇല്ലേ സാർ? അങ്ങനെ സാറിന് അങ്ങനെ തോന്നുന്നില്ല? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനു വേണ്ടി ഇപ്പോഴും ഈ രാത്രിയിലും നമ്മളിത് നമ്മളിത് ഇത്രയും ഞാൻ 100 കണക്കിന് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചെയ്യുന്നത് ഒറ്റ ആ ഒരു തോന്നൽ നമുക്കുള്ളത് കൊണ്ടാണ്. അതെ, ഭയങ്കര സങ്കടം സാർ. എങ്ങനെയെങ്കിലും, അതായത് അയാൾ വേണമെന്ന് വിചാരിച്ചിട്ട് വരാത്തതൊന്നുമല്ല. ഇതിന് പിന്നിൽ വേറെ എന്തോ ഉണ്ട്. ആ മനുഷ്യനെ വരുത്താതെ ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, പിണറായിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ധർമ്മടത്ത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയൊക്കെ ഇതാവോ? ഒത്തിരി അത് അയാളുടെ സ്ഥലമല്ലേ, പിണറായിന്റെ സ്ഥലമല്ലേ? അല്ല, അതൊക്കെ എന്ന് പറയാം, അതൊന്നും ഒക്കെ ചുമ്മാ, അതൊക്കെ ഇവന്മാർ പറയുന്ന ചുമ്മാ നമ്പറുകളാണ്. ഇവനെ എങ്ങനെങ്കിലും സതീശന്റെ വാശിയാണ് ഇവനെ നിർത്താതിരിക്കുക. അതെ,
അന്നേരം ഇപ്രകാരം സംഭവിച്ചാൽ, അതായത് ഈ പിടിവാശിയിൽ വൈരാഗ്യബുദ്ധിയോടെ ഈ പണി ചെയ്താൽ കോൺഗ്രസിന് അതിന്റെ സെറ്റ് ബാക്ക് ഉണ്ടാകുമോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും സർ, ഈ കോൺഗ്രസിന് അതായത് ഇനിയും വീണ്ടും ഒരു പ്രാവശ്യം കൂടി പിണറായി വിജയന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവര് വഴിമാറി കൊടുക്കണ മാതിരി കറക്റ്റ് അല്ലേ സർ? സാറിന് ഇങ്ങനെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. പാലക്കാട് ഈ പിഷാരടി ജയിക്കുമോ, അതായത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ ഇപ്രകാരം ഈ ഒരു അവസ്ഥയില്? ഓഫ് കോഴ്സ് ശോഭയല്ലേ സർ. നമ്മൾ ഇതിനു മുമ്പിൽ സാറിന്റെ ഒത്തിരി ഇതില് ഞാൻ കണ്ടതില് ജനങ്ങൾ ഫുള്ള് വന്നിട്ട് രാഹുൽ ഇല്ലെങ്കിൽ BJPക്ക് അങ്ങനെയല്ലേ എല്ലാരും പറയണേ. അപ്പൊ ഇത് ഓഫ് കോഴ്സ് ഇവർക്ക് അത് അറിയാം. അത് മൊത്തത്തിൽ, അതായത് രാഹുലിനെതിരെ നടത്തിയ ഈ പണി കൊണ്ട് കേരളത്തിൽ മൊത്തത്തിൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് BJPക്കും CPM-നും അല്ലേ? അതെ അതെ. CPM-ന് കോൺഗ്രസിന്റെ ഈ നിലപാട് കൊണ്ട് BJPക്ക് പല സ്ഥലങ്ങളിലും അക്കൗണ്ട് തുറക്കും, അതുപോലെ പിണറായിക്ക് തുടർഭരണം ഉണ്ടാകുകയും ചെയ്യും. അതെ അതെ സർ, എത്ര പ്രാവശ്യം അറിയാം രാഹുലിന്റെ അക്കൗണ്ടിൽ പോയിട്ട്. പക്ഷെ അത് നമ്മൾ ഈ പറയുന്നത് പോലെയൊന്നും ആയിരിക്കില്ല സർ. അതായത് ഈ ഫുള്ളായിട്ട് അയാളെ, എനിക്ക് തോന്നുന്നു അയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അയാൾക്ക് ഇത്രയും ദിവസം ഈ ലോക ചരിത്രത്തിലുണ്ടാകും ഇത്രയും കണ്ടിന്യൂസ്ലി ഇത്രയും മാസങ്ങൾ ഒരാളെ തന്നെ സകലരും ചേർന്ന് വേട്ടയാടുക എന്ന് പറയുന്നത്? അതെ അതെ. അല്ല, എനിക്ക് CPM-ഉം BJP ആണെങ്കിൽ നമുക്ക് പറയാം, കാരണം അവർക്ക് ഒത്ത എതിരാളിയാണ് അയാളെ എന്നുള്ളത്. അവരെക്കാളും ഏറ്റവും വാശിയോടെ നിൽക്കുന്നത് ഈ VD സതീശനും സംഘവുമല്ലേ? സ്വന്തം പാർട്ടിയിലെ ആളുകളല്ലേ? ഭയങ്കര സങ്കടം. ഇപ്രകാരം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഒരൊറ്റ മനുഷ്യൻ പോലും പറയുമായിരുന്നോ? അതിൽ ചിലപ്പോൾ CPM-കാരും BJP-കാരും പറയുമായിരിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ കേരളത്തിലെ പൊതുജനങ്ങൾ ഇവരോടൊപ്പം നിൽക്കത്തില്ലായിരുന്നോ? രാഹുലിന് കൊടുത്താൽ ഇതാ ഇവര് അപമാനിക്കാൻ ശ്രമിച്ചു, ഇതാ കോടതിയുടെ വിധി വന്നു, കോടതി ഇപ്രകാരം ഒരു നിലപാടെടുത്തു, അതുകൊണ്ട് ഇതാ ഞങ്ങളുടെ നിലപാട് തിരുത്തി അയാളെ വീണ്ടും പാർട്ടിയിലേക്ക് എടുത്തു, അവസരം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്തില്ലായിരുന്നോ? ഇല്ല, ഇവര് ഈ യാത്ര വരുന്ന സമയം തന്നെ ഇയാൾക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് എന്തെങ്കിലും ഒരു വർത്താനം പറയാൻ കുറച്ച് ആൾക്കാരെങ്കിലും മതിയായിരുന്നു സർ. ഒരാള് പോലും അതിനെ ഡിഫെൻഡ് ചെയ്തത് ഈ കോടതി വിധി വന്നിട്ട് പോലും അവര് ഈ വിഷയം എടുക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? അത് മാത്രമല്ല, ഇപ്പോഴും പറയുന്ന കേട്ടില്ലേ ആ മറ്റേ വീണക്ക് വേണ്ടിയിട്ട് കരിങ്കൊടി ഉയർത്തിയതിന് കേസിന്റെ പ്രവർത്തകർ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് നടപടി ഇവൻ ആരുടെ ഏജന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ? അതല്ല, അത് ഓഫ്കോഴ്സ് അത് നമുക്ക് മനസ്സിലാകുന്നത് സാർ. ഇമ്മാനുവൽ എറണാകുളം, നമ്മളുടെ ഈ മിമിക്രി താരം പിഷാരടി പാലക്കാട് നിൽക്കുന്നു എന്നുള്ള ന്യൂസ് കേട്ടു. ഒരിക്കലും പകരക്കാരനാകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് വളരെ തെമ്മാടിത്തരമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടമല്ലാതെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വേറെ ആര് നിന്നാലും അവിടെ ജയിക്കാൻ പോകുന്നില്ല. അത് BJPക്ക് സാധ്യതയുണ്ട്. BJP ശോഭാ സുരേന്ദ്രനാണെങ്കിൽ പാട്ടും പാടി അവിടെ ജയിക്കും. അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടമാണ് അവിടെ നിൽക്കണമെങ്കിൽ അവൻ ആദ്യം കിട്ടിയ വോട്ടിനേക്കാൾ 1000 വോട്ടെങ്കിലും കൂടുതൽ കിട്ടാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഈ VD സതീശനൊന്ന് മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയണ ഈ നേതാക്കന്മാര്, നമ്മുടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരൊന്ന് മനസ്സിലാക്കേണ്ടത്, അതുപോലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരിൽ ഈ പറവൂരുള്ള ഒരു സ്ത്രീ നാഴികയ്ക്ക് 40 വട്ടം സതീശനെ കുറിച്ച് പച്ച തെറി പറയുന്നുണ്ട്. ആ സ്ത്രീയെ പീഡിപ്പിച്ചെന്നും കൊണ്ടുപോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആ സ്ത്രീ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ട് സതീശനെ പറ്റി മോശമായ വാക്ക് പറയുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാരോ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഇതിനെപ്പറ്റി സതീശനോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾക്കറിയേണ്ട ആ കാര്യം. ഈ പ്രതിപക്ഷ നേതാവെന്ന് പറയണവൻ സത്യസന്ധനാണെങ്കിൽ, പെണ്ണുങ്ങളുടെ മണം പിടിക്കാത്തവനാണെങ്കിൽ, അവനെപ്പറ്റി ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ താരകപ്പെണ്ണാണെന്ന് പറയുന്ന സ്ത്രീ വന്ന് നാഴികയ്ക്ക് 40 വട്ടം സതീശൻ ആ സ്ത്രീയെ പല പ്രാവശ്യം കൊണ്ടുപോയിട്ട് മറ്റത് ചെയ്തിട്ടുണ്ടെന്ന് പച്ചക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഈ കോൺഗ്രസിന്റെ അകത്തുള്ളവരോ ഈ യൂത്ത് കോൺഗ്രസിന്റെ അകത്തുള്ളവരോ ഈ മുതിർന്ന നേതാക്കന്മാരാരെങ്കിലും ഇത് ശരിയാണോ എന്ന് ഈ സതീശനോട് ചോദിച്ചിട്ടുണ്ടോ? ആ സതീശനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല? എന്തുകൊണ്ട് അവന്റെ ആ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞില്ല? ഇത് ഒന്നുമില്ലാഞ്ഞിട്ട് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കോടതി വരെ ഉഭയസമ്മതപ്രകാരം നടത്തിയ ആ പരിപാടിക്ക് ഇത് നിലനിൽക്കില്ല, ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ നാറികളായ
ഞാൻ നാറികളെന്ന് തന്നെ പറയുകയാണ്. ഈ കോൺഗ്രസ്സുകാര് എന്തുകൊണ്ട് ഈ സതീശനോട് ചോദിക്കുന്നില്ല? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം നാളെ വളർന്നു വന്ന് കേരളത്തിന്റെ ഒരു നല്ല മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ മുരളിയും സതീശനും ചെന്നിത്തലയും അതുപോലെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഷാഫി പറമ്പിൽ, അതുപോലെ ഫിറോസ്, അബിൻ വർക്കി, ചാണ്ടി ഉമ്മൻ, ഈ കെ മുരളീധരൻ, ഇവരെ അത് മാത്രമല്ല ഉണ്ണിത്താൻ, ഇവനെയൊക്കെ പോലെയുള്ള പരമ തെമ്മാടികളാണ് ഇങ്ങനെയുള്ള കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി നിർത്തിയിരിക്കുന്നത്. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ അധികാര സ്ഥാനത്ത് നിന്നും പുറത്ത് കളയാൻ എന്ത് അധികാരമുണ്ട് സതീശന് അധികാരമുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തെളിവുമില്ല, ഒന്നുമില്ല. കോടതി വരെ അനുകൂലമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധികാരമുണ്ടോ എന്ന് ഈ കോൺഗ്രസ്സുകാരോട് ഞാൻ ചോദിക്കുകയാണ്. സത്യമായിട്ടും പറയുന്നു, ചെന്നിത്തല നിൽക്കുന്നിടത്ത് ചെന്നിത്തലേനെ തോപ്പിക്കണം. നമ്മുടെ വോട്ടർമാരെ, ആത്മാഭിമാനമുള്ള വോട്ടർമാര് ചെന്നിത്തല നിൽക്കുന്ന മണ്ഡലത്തിൽ ചെന്നിത്തലേനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്താൻ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരണം. അതുപോലെ തന്നെ കെ മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വമ്പിച്ച പരാജയമായിട്ട് പെടുത്തുവാനായിട്ട് ആ മണ്ഡലത്തിലുള്ള ജനങ്ങൾ സംഘടിക്കണം. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ നിൽക്കുന്ന മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തണം. അതുപോലെ ഉമാ തോമസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉമാ തോമസിനെ പരാജയപ്പെടുത്തണം. അതുപോലെ ഈ കെ മുരളീധരനും ഇങ്ങനെയുള്ള വി ഡി സതീശൻ നിൽക്കുന്ന മണ്ഡലത്തിൽ പറവൂരി പരാജയത്തിന്റെ പട്ടുകുടിയിലേക്ക് മാറ്റണം. അങ്ങനെ കോൺഗ്രസിലുള്ള ഈ ഇത്തിക്കണ്ണികളെ ജനങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ അധികാരം എന്ന് പറയുന്ന വോട്ട് അത് വേണ്ട രീതിയിൽ നമ്മളുടെ ചൂണ്ടുവിരലുകൊണ്ട് ഇവർക്കിട്ട് കുത്തി ഇത്തരം ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തി ഈ കോൺഗ്രസിന്റെ അകത്തുനിന്ന് പുറത്താക്കി ശുദ്ധീകരണം ചെയ്ത് കോൺഗ്രസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യം നമ്മളുടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട വോട്ടർമാരെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാർ ശരിയല്ല. ഈ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ക്രൂരമായ കാര്യങ്ങളാണ്. ഇവർക്ക് ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവുമില്ല. ഈ പിഷാരടിയുടെ ഈ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പാലക്കാട്? പിഷാരടിയുടെ ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അവിടെ ശോഭാ സുരേന്ദ്രൻ സൂപ്പറായിട്ട് ജയിക്കും. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ സൂപ്പറായിട്ട് ജയിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഷാരടി എന്ന് പറയുന്ന ആരാ? അവന് ഈ രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇപ്പൊ ഈ ജനങ്ങളൊക്കെ, ഞാൻ അയാളെ ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് പിഷാരടിനെ വളരെ ഇഷ്ടമാണ് ഒരു കലാകാരൻ എന്നുള്ള നിലക്ക്. പക്ഷെ അന്തസ്സും ആത്മാഭിമാനം ഉള്ളവനാണെങ്കിൽ പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കരുത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ കലാകാരനെ, ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാകാരനെ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതോടുകൂടി ആ കലാകാരനെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാറ്റിയിരിക്കും. ഒരു സംശയവുമില്ല. അവിടെ അങ്ങനെ വന്നാൽ BJP ആയിരിക്കും ജയിക്കുന്നതെന്ന് ഒരു സംശയവുമില്ല. ഇത് കോൺഗ്രസിന് നാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സ്ഥലം നെടുങ്കണ്ടമാണ്, ഇടുക്കി. പേര് ലീല. രാഹുൽ മാങ്കൂട്ടം തന്നെ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ഈ പിഷാരടി അവിടെ നിർത്തിയാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അവനെ നിർത്തരുതെന്നാണ് ആഗ്രഹം. രാഹുലിനൊരു പകരക്കാരനാകാനുള്ള ഒരു യോഗ്യതയുണ്ടോ പിഷാരടിക്ക്? ഇല്ല. രാഹുൽ മാങ്കൂട്ടം തന്നെ. അതായത് ഭയങ്കര വിഷമമാണ് നിർത്താത്തത്. അവനെ നിർത്തിയാലേ കാര്യമുള്ളൂ. പേര് അഷ്റഫ്. അപ്പൊ എനിക്ക് തോന്നുന്നതേ നമ്മുടെ കോൺഗ്രസും BJPയും കൂടെ ഒത്തൊരു കളിയാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് അടുത്ത ഇലക്ഷനെങ്കിലും ഭരണം മാറി വരുമെന്നുള്ളത്. പക്ഷെ അത് കോൺഗ്രസ്സുകാരെ തന്നെ അത് ഇല്ലാതാക്കാനുള്ള ഒരു പണിയാണ് ചെയ്യുന്നത്. സതീശൻ BJPക്കാരന്റെ ദല്ലാളാ. സതീശനെ കൊണ്ടൊന്നും ഈ കേരളം ഭരിക്കാനും പറ്റത്തില്ല, ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല, ഇത് ഈ ഇലക്ഷൻ നയിക്കാനും പറ്റത്തില്ല. എത്രയോ നല്ല നല്ല നേതാക്കന്മാർ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അവരെ എല്ലാരെയും തഴഞ്ഞും കൊണ്ട് ഇപ്പം 3-4 പേര് ഇപ്പം ഞാൻ കേട്ടു ലാസ്റ്റ് കൊണ്ട് ഒരു വിശാരടി കൊണ്ട് നിർത്താൻ പോവുക.
ഈ കോമഡിക്കാരൻ രാഹുലിന്റെ പകരക്കാരനായിട്ട് ജനങ്ങൾ അംഗീകരിക്കുമോ പാലക്കാട്ടുകാര്? രാഹുൽ അല്ലാതെ വേറൊരു പാർട്ടി അവിടെ നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും ഇവന്മാർക്ക് കിട്ടത്തില്ല, അത് ഉറപ്പാ. രാഹുലിനെ ഒതുക്കാൻ വേണ്ടി ഇവന്മാരെല്ലാം കൂടെ കളിച്ച കളി അത് ഞമ്മക്ക് കേരളത്തിലല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. ചെറുപ്പക്കാരാവുമ്പോഴേ തെറ്റും കുറ്റമൊക്കെ ഇല്ലാത്ത മനുഷ്യരല്ലേ ഈ പറയുന്നവന്മാരെല്ലാം നല്ലവന്മാരാണ്. ഉണ്ണിത്താൻ ആരായിരുന്നു? ഉണ്ണിത്താൻ നമ്മൾ കണ്ടില്ലേ? സതീശൻ ആരായിരുന്നു? സതീശനെ കണ്ടില്ലേ? സതീശൻ ആരായിരുന്നു? ഇങ്ങനെ അതിനൊക്കെ അപ്പുറം യവന്മാര് പറയുന്നില്ലയോ, യവന്മാരൊന്നും ശരിയുള്ള കവന്മാരല്ല. അപ്പൊ നല്ല പിള്ളേര് രംഗത്ത് വന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതെങ്ങനെങ്കിലും തച്ചുടയ്ക്കണമെന്നാണ് യവന്റെയൊക്കെ ലക്ഷ്യം. എന്റെ പേര് ശാന്തകുമാരി, സ്ഥലം കൊല്ലം. പിഷാരടിയെ നിർത്തിയാൽ ശരിയാവത്തില്ല, രാഹുലിനെ തന്നെ നിർത്തണം. രാഹുലിന് വേണ്ടി ഞങ്ങളൊക്കെ ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല. രാഹുലും മതി. എന്റെ മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്നത് രാഹുലിനെ. രാഹുലിന് പകരക്കാരനാകുവോ ഈ പിഷാരടി? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. രാഹുൽ മാത്രമേ ആവാൻ പറ്റൂ. രാഹുലും മതി. ഞങ്ങൾക്കൊക്കെ സങ്കടമാണ്. അത് നിർത്തുന്നതിന് വേണ്ടി നമ്മളിനി എന്ത് ചെയ്യണം? ഇപ്പോൾ സ്ത്രീയുടെ സംസാരം ഞാൻ കേട്ട് രാഹുലിന് അതിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, രാഹുലിനെ ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. രാഹുലിന് സ്വതന്ത്രനായിട്ട് നിൽക്കണം. അവരെ നിർത്തിയില്ലെങ്കിൽ നിർത്തണം. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏൽക്കുമോ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്? തീർച്ചയായിട്ടും ഈ സതീശൻ 8 നില പൊട്ടും. സാറ് നോക്കിക്കൂ, ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ മുഖ്യമന്ത്രി പോയിട്ട് മന്ത്രിയാവാൻ പോയിട്ട് അവൻ MLA പോലും ആയി വരത്തില്ല. അത്രയ്ക്ക് എനിക്ക് സഹിക്കുന്നില്ല. ഞങ്ങളുടെ വാതിൽക്കൽ കൂടെ ഇപ്പം അങ്ങോട്ട് പോയി, കൊല്ലത്തായപ്പം സമാപനം, ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ കൂടെ അങ്ങോട്ട് പോയെ. അന്നേരം ഞാൻ പറയുക, ആ ജനക്കൂട്ടം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കാണുന്നിടത്ത് വെച്ചാണെങ്കിൽ മുഖത്ത് നോക്കി പറയാനും എനിക്ക് മടിയില്ല. അവർ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെന്ന് ഞാൻ വിചാരിക്കും. അത്രയ്ക്ക് രാഹുലിന് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഞാൻ 45 വർഷമായിട്ട് ഇറങ്ങി പാർട്ടി പ്രവർത്തിച്ചോളാം. ഇപ്പം എനിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇപ്പം ഇറങ്ങുന്നില്ല. അങ്ങനെ നടന്ന ഞാനാ നമുക്കൊക്കെ ഈ മാത്രമല്ല ഈ കുഞ്ഞ് വന്നോട്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെയാണ്. അത്ര നല്ല ഒരു കഴിവുള്ള ഒരു പയ്യനാണ്. ആരോടും എന്തും പറയുന്നതിനും സത്യസന്ധമായ രീതിയിൽ കൂടെ സംസാരിക്കുന്നതിനും കുറെ വൃത്തികെട്ടവളുമാർ വന്ന് കയറി ആമ്പിള്ളേരല്ലേ അവർ മാത്രമാണ്. അതൊക്കെ ഈ MLA ആവുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ അത്. ഇപ്പൊ MLA ആനൊക്കെ അതിനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ നല്ല സ്വഭാവത്തിൽ വരുന്ന ഒരു കുഞ്ഞാണ്. അതിനെ നിർത്തണം. അതിനെ നിർത്താവുന്ന പിഷാരടി തോറ്റ് തുന്നം പാടും ഉറപ്പാ. ഞാൻ റാന്നിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ പേര് സജി. രാഹുലിന് പകരം കോമഡി പിഷാരടിയെ പാലക്കാട്ട് ഇറക്കിയാൽ എന്ത് സംഭവിക്കും? 8 നില പൊട്ടും. ശോഭ, ഞാൻ ആ ന്യൂസ് കണ്ടായിരുന്നു. കറക്റ്റാ പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലൊക്കെ എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദന്റെ സ്വന്തം നാട്ടിൽ ആ പഞ്ചായത്ത് പോലും തൂത്തുവാരി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്, ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ഞാൻ അവിടെ ആലപ്പുഴ എനിക്ക് പെയിന്റിങ്ങാ ജോലി. ഞാൻ അവിടെ ഞങ്ങൾക്കൊരു ചായക്കട പറ്റുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാ, പക്ഷെങ്കിൽ നമുക്കിത് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. അതായത് മാരാരിക്കുളം നിയമസഭാ മണ്ഡലത്തിൽ അച്യുതാനന്ദനെ കാല് വാരി ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ശോഭാ സുരേന്ദ്രന് വൻ ഭൂരിപക്ഷമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് നിൽക്കുന്നിടത്തെല്ലാം അവർ വോട്ട് കൂട്ടുന്നുണ്ട്. ഈ പ്രാവശ്യം പാലക്കാട് പുള്ളിക്കാരിയാണ് നിൽക്കുന്നത്. ശരിക്ക് നമ്മുടെ ഈ VD സതീശനും ഒക്കെ BJP ആയിട്ടുള്ള ഒരു അന്തർധാരയാണോ? ശരിക്കും അവർക്കൊരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കാം എന്നുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഇതുപോലത്തെ പണി ചെയ്യുവോ? ഇതുമാതിരി പൊട്ടന്മാരൊന്നുമില്ല. ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു മാർക്കറ്റ് ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉള്ളവരല്ലേ ഇവര്? അങ്ങനെയാകാം. അതാകാനാണ് സാധ്യത. എന്നാ വെച്ചാൽ രാഹുൽ അവിടെ ജയിച്ചു വന്നത് വെച്ച് നോക്കാവുന്നുണ്ടെങ്കിൽ വേറൊരു പോഴ സ്ഥാനാർത്ഥി ഇട്ട് കൊടുക്കാവുന്നുണ്ടെങ്കിൽ കറക്റ്റ് BJPക്ക് അവിടെ സീറ്റ് ഉണ്ടാവും. ഒതുങ്ങി കളിക്കും. പിഷാരടിക്ക് എന്തെങ്കിലും ഒരു വില നാട്ടുകാർ കൊടുക്കുമോ ഈ വിഷയത്തിൽ? ഒന്നും കൊടുക്കത്തില്ല. എന്നാ വെച്ചാൽ രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ മുമ്പ് ആദ്യം വരുന്നു ഒരു 3 മണിക്കൂർ മുമ്പ് രാഹുലിന് സീറ്റില്ല, പിഷാരടി പാലക്കാടെന്നും പറഞ്ഞു വരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പ് വേറൊരു ചാനലിൽ വരുന്നു രാഹുലിന് തന്നെ സീറ്റ്, സതീശൻ മൗനാനുവാദം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അടുത്തൊരു ന്യൂസ് വരുന്നു. നമ്മളിതെല്ലാം ഇങ്ങനെ മാറി നോക്കിക്കൊണ്ടിരിക്കുക. അതിനെല്ലാം ഞാൻ നല്ല കട്ട കമന്റ് വിട്ടിട്ടുണ്ട്. ഇപ്പൊ രാഹുലിന് സീറ്റ് നിഷേധിച്ചാൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ? ജനങ്ങൾ കേരളത്തിലെമ്പാടും അതിന്റെ ഉണ്ടാവും. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ ആ പിഷാരടിക്ക് സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ഞാൻ ഏഷ്യാനെറ്റിന്റെ ചാനലായിരുന്നു. ഞാൻ അന്നേരം കൊടുത്തിട്ടുണ്ട്.
ഞാൻ റാന്നിക്കാരനാണ്, പാലക്കാടുകാരനല്ല. പക്ഷെങ്കിൽ എൻ്റെ വീട്ടിൽ 4 വോട്ടുണ്ട്, ഞാൻ കൊടുക്കത്തില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പാർട്ടി വിട്ടതാണ്. അതിനുശേഷം ഞാൻ നല്ല സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും. ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് CPM-ന്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. CPM-ന്റെ വാർഡ് സ്ഥാനാർത്ഥിക്ക് മാത്രം. എനിക്ക് ബ്ലോക്കിലെ സ്ഥാനാർത്ഥി ആരാന്നറിയത്തില്ല, ജില്ലാ സ്ഥാനാർത്ഥി എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പുള്ളി എന്നെ ഡയറക്റ്റ് വിളിച്ചു, പാർട്ടിക്കാരെല്ലാം വിട്ടു നിൽക്കുക, എനിക്ക് വേണ്ടി ഒരു ദിവസം വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഒരു ദിവസം വർക്ക് ചെയ്തു. പിറ്റേ ദിവസം ഇലക്ഷൻ ഞാൻ അയാൾക്ക് മാത്രം ഒരു വോട്ട് ചെയ്തു. പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ചു, 3 വോട്ടും ചെയ്താലേ വോട്ടാകത്തുള്ളൂ എന്ന് ചോദിച്ചു. അതിൻ്റെ താഴെ ഒരു എൻഡ് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് ഞെക്കി പോന്നു. അവർക്കും അത് മനസ്സിലായി. എന്നാ വെച്ചാൽ ഞാൻ അങ്ങോട്ട് കയറി ചെന്നു, ഒന്ന് കുത്തി ഉടനെ പി അടിച്ചു. അങ്ങനെയുള്ള മനുഷ്യനാണ് ഞാൻ. CPM സ്ഥാനാർത്ഥിക്ക് ഞാൻ CPM-നെ ഞാൻ വെറുത്തതാണ്. പക്ഷെങ്കിൽ ഞാൻ നല്ല സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് റിങ്കു ചെറിയാൻ വോട്ട് ചെയ്തവനാണ് ഞാൻ. പാർട്ടി വിട്ടതിന് ശേഷമായിരുന്നു നിയമസഭാ ഇലക്ഷൻ വന്നത്. റിങ്കു ചെറിയാൻ ഞാൻ വോട്ട് ചെയ്തു. കാര്യം 1000 വോട്ടിനാണ് പ്രമോദ് നാരായണൻ അവിടെ ജയിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഇട്ടു, എൻ്റെ വീട്ടിലെ 4 വോട്ട് ഞാൻ കോൺഗ്രസിന് ഊത്തത്തില്ല. അവിടെയുള്ള കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്, രാഹുലിന് സീറ്റില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന്. BJP വോട്ട് ചെയ്യുന്നു അവരും പറഞ്ഞു. അബ്ദുറഹ്മാൻ, പാലക്കാട് രാഹുലിന് പകരം കോമഡി പിഷാരടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആര് വന്നാലും ജയിക്കില്ല. 3 ജയിക്കൂ. ഓൻ നിൽക്കണം. ഓനാളാ ഉഷാറാ. ഓന്റെ പേരിൽ വേണ്ടാതെ ഓരോരുത്തർ പറഞ്ഞു. ഇപ്പം ഷാഫിയാണ് ഇതുപോലെ പിഷാരടിയെ കൊണ്ട് നിർത്തുന്നതെന്ന് പറയുന്നു. ഷാഫി ചെയ്തത് ശരിയാണോ? അങ്ങനെയാണല്ലോ. ഷാഫി ചെയ്തിക്കേണ്ടത് ശരിയല്ല. ഷാഫിനോട് നമുക്ക് സ്നേഹമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ രാഹുലിനെ നിർത്തണം. ഇതിനെക്കാട്ടിൽ എത്ര ആൾക്കാർ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇവന്മാര് കൊണ്ട് ഈ കോമഡി പിഷാരടി അവിടെ നിർത്തിയാൽ ശോഭ ജയിക്കുവോ നോക്കുവോ? ശോഭയൊക്കെ തോറ്റു. ആര് നിന്നാലും രാഹുൽ ജയിക്കും. വേറെ ആര് നിന്നാലും രാഹുൽ ജയിക്കും. അല്ലെ പിന്നെ ഷാഫി നിൽക്കണം. ഷാഫി നിൽക്കില്ല. ഷാഫി നിൽക്കൽ ശരിയില്ല. രാഹുലിനെ നിർത്തണം. കുമ്പളിന്നാ വിളിക്കുന്നത്. എന്റെ പേര് ദീപ്തി. രാഹുലിന് പകരം കോമഡി പിഷാരടിയെ പാലക്കാട്ട് നിർത്തിയാൽ എന്ത് സംഭവിക്കും? ഒരിക്കലും പറ്റുകയില്ല സാറേ. എന്നതാ അവനെ കൊണ്ട് എന്നാത്തിന് കൊള്ളാം? ഈ നല്ലൊരു പയ്യനെ വെച്ചിട്ട് അവനെ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നടക്കുകയില്ല. ജനങ്ങൾ എന്തെങ്കിലും വില കൽപ്പിക്കുവോ? ഈ പിഷാരടിക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുവോ ജനങ്ങള്? ആരുമില്ല. അവൻ എന്നാ അറിയാം. അവൻ ഈ രാഷ്ട്രീയത്തെ പറ്റി എന്നാ അറിയാം? ഈ ചെറുക്കനല്ലേ പോയി കിടന്ന് ഈ തല്ല് മൊത്തം കൊണ്ട് ഇത്ര ആക്കിയത്. എന്നിട്ട് ഇതിനെയൊക്കെ കയറ്റി വെച്ചാൽ ജയിക്കുവോ? ഒന്നുമില്ല. BJP കയറി പോകും, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. കോൺഗ്രസിന് ഈ പണി കൊണ്ട് കോൺഗ്രസിന് കനത്ത തിരിച്ചടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും കിട്ടും. ഞാൻ സാറിന്റെ എല്ലാം ഓരോന്നും കാണുന്നുണ്ട്. ഈ അമ്മമാര് പറയുന്നത് മൊത്തം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ജനങ്ങൾ അവന്റെ കൂടെയുള്ള ചെറുക്കൻ നിൽക്കണം. അവൻ നിന്നെ പറ്റൂ. ഇനിയിപ്പോ എന്നാ ചെയ്യുന്നേ? കോട്ടയം പാമ്പാടി എന്നാ വിളിക്കുന്നത്. മാത്തുക്കുട്ടി എബ്രഹാം. ജാൻഡിയമ്മന് പുതുപ്പള്ളി കാണിച്ച പോലെ ഒരു നാടകം പോലെയുള്ള കളികളാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാണ്ടിയുമ്മനെ തോപ്പിക്കണം എന്നുള്ള രീതിയിലാണ് സതീശന്റെ ജീപ്പ്. ഇപ്പം പാമ്പാടി അവനൊരു വിലയില്ല. സതീശനെ അവനൊരു വിലയില്ല. അവനെ തോപ്പിക്കണം. നമുക്ക് അവനെ തോപ്പിക്കണം. രാഹുലിനെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും രീതി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും പാലക്കാട്ട് നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഈ നടപടി കൊണ്ട് കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ? തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാൻ പാടാ. 100 കിട്ടുമെന്ന് പറയുന്നത് ഒരു 70 കിട്ടുമെന്ന് തന്നെ സംശയം. ഇത് ഈ സതീശന്റെ ഈ ഒരൊറ്റ ഈ കണ്ണതിരിവ് കൊണ്ട് മാത്രമല്ലേ ഇത് സംഭവിക്കുന്നത്? സതീശന്റെ ഈ ഒറ്റ ഇതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. സതീശൻ ഇതിന്റെ അകത്തെ കളി. ഈ മുതിർന്ന നേതാക്കന്മാരിൽ ഇവനെ പേടിക്കാൻ കാരണം എന്താ? ഈ തേൻകണി സതീശനെ ഇവനെ പേടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം നേരത്തെ ജനതാദളിന്റെ അകത്ത് അടൂരും പോട്ടെ, ആലുവായിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ടുള്ള അന്ന് ഇവനെ ഒരു 4 കൊല്ലം മുമ്പ് അന്ന് ജോൺ സാർ എന്ന് പറയുന്ന ഒരു ജനതാദളിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ഇവൻ അവിടെ വന്ന പുള്ളിയെ ഇട്ട് ചവിട്ടി കൂട്ടിയവനായിരുന്നു സാധനം. അങ്ങനെ പല കാര്യത്തിനും ഇവൻ ഭയങ്കര സാധനമാണ്. ജാവൂഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യക്തിയാണ്. കാര്യം ചെറുപ്പക്കാരനായി പോയി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അന്നേരം നല്ലൊരു വ്യക്തിയാണ്. രാഹുലിനെ എങ്ങനെയായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായാലും മത്സരിപ്പിക്കണം എന്നുള്ള എന്റെ അഭിപ്രായം. ധൈര്യം ഉണ്ടെങ്കിൽ കേക്കച്ചനോട് വയനാട്ടില് ബത്തേരിയിലോ കൽപ്പറ്റയിലോ നിൽക്കാൻ പറ. പാലക്കാട് രാഹുലിന് പകരം കോമഡി പിഷാരടിയെ അവിടെ ഇറക്കിയാൽ അയാൾക്ക് പകരക്കാരനാകുമോ? എന്താണ് നമ്മുടെ അഭിപ്രായം? പിഷാരടി രാഹുലിന്റെ അത്ര വരിയല്ല, എന്തായാലും വരിയല്ല. 100%
രാഹുലിന്റെ 1/3 വോട്ടേ പിഷാരടിക്ക് കിട്ടുള്ളൂ. ഞാനിത് എറണാകുളത്ത് നിന്ന് വിളിക്കുന്നതാണേ. പേര് അലോഷ്യ. ഞാൻ ഒത്തിരിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാഹുല് ഇതായപ്പം തൊട്ട്. ഞാൻ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്, രാഹുലിന് പകരം കോമഡി പിഷാരടിയെ കൊണ്ട് പാലക്കാട്ട് നിർത്തിയാൽ ജയിക്കുമോ? ഇന്ന് രാവിലെ അത് കേട്ടപ്പം തൊട്ട് എനിക്ക് ഭയങ്കര മനപ്രയാസം. ഇന്നലെ വരെ രാഹുല് ഈ ശ്രീകണ്ഠൻ വന്ന് അത് ശരിയാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ സതീശനും പറഞ്ഞില്ലേ അവനെ ഒപ്പം നിർത്തുമെന്ന്. എന്നിട്ട് ഇന്ന് രാവിലെ 24 കേൾക്കുന്നു പിഷാരടിയാന്ന്. ഉച്ചയ്ക്ക് കേൾക്കുന്നു പിഷാരടിയെ. ഈ കോമഡി ചെയ്യുന്ന അയാൾ എന്തോ രാഷ്ട്രീയം അറിയാതെ അയാൾ എന്ത് കാണിക്കാനാ? ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു ബോധമില്ലേ? സതീശന് എന്താ ചെയ്യുകയാണെങ്കിൽ ഈ സാഹചര്യത്തില് ഈ കോമഡി പിഷാരടിയെ നിർത്തിയാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുവോ? ജയിക്കത്തില്ലേ? ജയിക്കും ഇല്ലേ? അതിനു വേണ്ടിയിട്ട് സതീശൻ കളിക്കുന്നതായിരിക്കും. അല്ലാതെ പിന്നെന്ത് പറയാനാ? അല്ല, രാഷ്ട്രീയം പോലും അറിയാതെ കോമഡി ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് എന്ത് കാര്യം? അല്ല, സത്യം പറഞ്ഞ ഇത് നല്ലൊരു കോമാളിത്തരല്ലേ ഇവന്മാര്, നല്ലൊരു കോമഡി ഷോ അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിന് പറ്റുന്ന സാധനമല്ലേ ഇവൻ? ഈ സതീശിനെ ഓപ്പോസിറ്റ് ആയിട്ട് രാഹുല് പറവൂര് നിൽക്കാൻ പറ. അതുപോലെ ഇത് മൊത്തത്തിൽ കോൺഗ്രസിന് ദോഷം ഉണ്ടാക്കത്തില്ല ഈ ഒരു നിലപാട്? ഉണ്ടാക്കും. ഇവർക്കെന്താ വിവരമില്ലേ? രമേശ് ചെന്നിത്തലയ്ക്കും ഇവർക്കൊക്കെ ബോധമില്ലേ? അവരെന്താ ഈ കൊച്ചിനെ കണ്ടിരിക്കുന്നത്? അവർക്കും ഇവനെ പേടിയായിട്ടായിരിക്കും. മോനെ, ഞാൻ കായംകുളം അമ്മച്ചിയാ വിളിക്കുന്നത്. കായംകുളത്ത് വിളിക്കുന്നത്. സാറാമ്മ ജോൺ. പറഞ്ഞു. മോനെ, അവർ പിഷാരടി വെച്ചാൽ തോറ്റു പോകും, സംശയം. ഞാൻ പോലും ആ കുഞ്ഞിന് മാങ്കുളത്തിന് ഇപ്രാവശ്യം എവിടെയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞാൻ കായംകുളത്ത് ഞാൻ ഇടാൻ പോകത്തില്ല. ഞാൻ കോൺഗ്രസ് ഞാൻ പോകത്തില്ല. ഞാൻ വോട്ടിടാൻ പോകില്ല. ഇവന്മാർ ഇത്ര മണ്ടന്മാരാണോ? കാരണം അപ്രകാരം സംഭവിച്ചാൽ BJP അവിടെ ജയിക്കും എന്ന് മനസ്സിലാക്കാതിരിക്കാൻ പറ്റുന്ന മണ്ടന്മാരാണോ ഇവന്മാർ? അതോ സതീശനും BJPയും തമ്മിൽ എന്തെങ്കിലും സഖ്യമുണ്ടോ? അത് തന്നെ. അല്ലെങ്കിൽ പിണറായിട്ടുള്ള സഖ്യത്തിലായിരിക്കും. അത് തന്നെ. അല്ലാതെ ഇത് VD സതീശന്റെ വേലയായതെല്ലാം. ഞാൻ ഹോട്ടലിൽ കണ്ട് സംസാരിച്ച ഈ വിഷയമാണ്, അല്ലാതെ വേറൊന്നും അല്ല സംസാരിച്ചത്. നീ പിണങ്ങല്ലേ, ഞങ്ങൾ അവരെ നമുക്ക് അടുത്ത പ്രാവശ്യം തരാം. ഇപ്രാവശ്യം ആ കുഞ്ഞ് കയറിയില്ലെങ്കിൽ അവന്റെ തലയിലെടുത്ത് പോയി. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ രാഹുൽ ഇത്തവണ ഈ ഒരു അനുസരണരാമനായി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവന്റെ രാഷ്ട്രീയ ഭാവി തീരുമോ ഇല്ലയോ? തീരും. ഇതോടെ തീരും. അത് തന്നെയല്ല, ഞങ്ങളൊക്കെ ഞങ്ങൾ ഇന്ത്യയിൽ ഞാൻ ഉറ്റുനോക്കും. ഞങ്ങൾ ലോകം എല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മോനെ മാങ്കൂട്ടത്തിനെ. ആ മാങ്കൂട്ടം ഇല്ലെങ്കിൽ തീർന്ന് കോൺഗ്രസ് ജയിക്കത്തില്ല ഇപ്രാവശ്യം. ഈ രാഹുലിനെതിരെ ഈ പണി നടത്തിയത് ഇത് മൊത്തത്തിൽ കേരളത്തിൽ നീ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ ദോഷമായിട്ട് ബാധിക്കുമോ കോൺഗ്രസിനെ? ബാധിക്കും. ജയിക്കത്തില്ല. ബാധിക്കും. എല്ലാവർക്കും മാങ്കൂട്ടത്തിനാണ് വേണ്ടത്. ഈ കേരളത്തിലുള്ള എല്ലാവർക്കും മാങ്കൂട്ടത്തിനാണ് വേണ്ടത്. മാങ്കൂട്ടം ഇല്ലെങ്കിൽ കേരളം ജയിക്കത്തില്ല മോനെ. എനിക്ക് ആ പിഷാരടിയെ നിർത്തിയാൽ എന്തോ അവിടെ അവർക്കൊരു സീറ്റോട് കിട്ടും. അത്രേ ഉള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയും പോയി. ആ കുഞ്ഞിനോട് പറഞ്ഞു സ്വതന്ത്രനായിട്ടാണ് നിൽക്കാൻ പറ. വേണേ കുറച്ച് പൈസ ഞങ്ങൾക്ക് തരാം. അപ്പൊ ഞങ്ങൾ കുറെ പേരുടെ ഇങ്ങനെ വാങ്ങി ചെലവ് ഞങ്ങളും ചെയ്യാം. അതെ, ഞാനൊരു BJP കാരിയാണേ. അതെനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഈ ഇപ്പൊ പറയുന്ന പെണ്ണുങ്ങളെല്ലാം ഇല്ലേ, എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണ്, ഞാനും ഒത്തിക്കാം. പക്ഷേ ഈ പറയുന്ന പെണ്ണുങ്ങളെല്ലാം എന്തിനാ BJPന്റെ തലയെ കൊണ്ടിടുന്നത്? അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാണ്ട്. നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം പറഞ്ഞോട്ടെ, അത് ഞങ്ങൾ കേട്ട് നിങ്ങളുടെ പ്രോഗ്രാം എപ്പം കാണുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ജയിക്കണമെന്ന് തന്നെ വിചാരിക്കുന്നത്, പിഷാരടിനെയല്ല. പക്ഷേ ഈ പറഞ്ഞു ഈ പെണ്ണുങ്ങളും ആണുങ്ങളും ഇതെന്തിനാ നമ്മളെ തലയെ കൊണ്ടുവന്നിടുന്നത്? അതല്ലേ നമുക്കിപ്പോ BJP കുറ്റമായിട്ട് പറഞ്ഞില്ല, അവർ ജയിക്കുമെന്നാ പറയുന്നത്. കാരണം അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാ നല്ല കാര്യമല്ലേ പറഞ്ഞത്. അതായത് ഈ പിഷാരടിയെ പോലുള്ള ഒരുത്തരെ കൊണ്ട് നിർത്തിയാൽ ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നല്ലേ ആളുകൾ പറയുന്നത്. അല്ലല്ല, നമുക്ക് ജയിക്കുക വേണ്ടത്. പക്ഷെ അത് നമ്മളാരും നിങ്ങളെ കൊണ്ടൊന്നും പറയുന്നില്ലല്ലോ.
നിങ്ങൾ ഈ പെണ്ണുങ്ങളെല്ലാം എന്തിനാ നമ്മളെ തലയിൽ കയറുന്നെന്നാ ഞാൻ ചോദിക്കുന്നത്. അവരാരും പറയുന്നില്ല. അവര് പറയുന്നത് ഇപ്രകാരം സംഭവിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്ന പറഞ്ഞത് അത് നല്ലതല്ല, BJPക്ക് നല്ലതല്ല അങ്ങനെ പറയുന്നത്. അല്ല അപ്പൊ പിന്നെ പറയുന്ന അവര് 5 സീറ്റെങ്കിലും കിട്ടൂ, 5 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാ കളിക്കുന്നത്. നമുക്കിപ്പം തരേണ്ട ആൾക്കാർ നമുക്ക് തരൂല്ലേ? നിങ്ങൾക്ക് തരേണ്ട ആൾക്കാർ നിങ്ങൾക്കും തരും. അതായത് BJP നോക്കുന്ന എന്താ, 140 സ്ഥലത്തും ജയിക്കാൻ പറ്റിയാൽ ജയിക്കണം, മുഖ്യമന്ത്രി അല്ലെ ഭരണം പിടിച്ചെടുക്കണമെന്നല്ലേ BJP ആഗ്രഹിക്കുന്നത്. CPM അത് തന്നെ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസും അത് തന്നെ ആഗ്രഹിക്കുന്നത്. CPM അത് എനക്കൊന്നുമില്ല. ഞാനിപ്പോ ഇങ്ങളെ പിഷാരടി നിർത്തി എന്നതിനെ എനിക്ക് ഇതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഇഷ്ടം. നമ്മളൊന്നും നിങ്ങളെ കുറ്റം പറയുന്നില്ലല്ലോപ്പാ. നമ്മളെ മേലെന്തിനാ നമ്മളെങ്ങാനും ഒതുങ്ങി നിന്ന് ജയിച്ചോട്ടെ. അല്ല, നമ്മൾ പറഞ്ഞ മറ്റൊന്നുമല്ല, BJPയോടുള്ള ദേഷ്യത്തിന്റെ അല്ല, ഈ കോൺഗ്രസിലെ തന്നെ ഈ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ നോക്കുന്നതിനെതിരാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ BJP വന്നെങ്കിൽ നമുക്ക് എന്ത്, കോൺഗ്രസ് വന്നാൽ എന്ത്, CPM വന്നാൽ എന്ത്. പക്ഷേ യാതൊരു നിറയില്ലാത്ത സ്വന്തം പാർട്ടിയിലെ ഈ VD സതീശൻ ഈ പണി ചെയ്യുന്നതിനെതിരെയാണ് ഈ ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വേറെ പാർട്ടിക്കാരെയാണെങ്കിലും കൂടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ആർക്കും ഇഷ്ടമില്ലാണ്ടില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടിയാണ്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൂടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുവോ? അതല്ലേ ഞാൻ പറയുന്നത്. എങ്ങനെ കുറ്റം പറഞ്ഞാല് ഈ സതീശനെയോ എന്തോ വേറെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കുറ്റം അല്ല, സതീശന്റെ ഈ ഇപ്പം അമ്മ തന്നെ പറഞ്ഞു എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടമാണ്, അയാൾ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മിടുക്കനായ ഒരുത്തനെ ഇതുപോലെ ഒന്നുമല്ലാതാക്കി കളയുവാൻ ശ്രമിച്ച ഇയാൾക്കെതിരെ പ്രതികരിക്കണ്ടേ ജനങ്ങൾ? ശരിയാണ് നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ ഇത് പാളിപ്പോയെന്ന് മനസ്സിലാക്കിയെങ്കിലും ഇയാൾ തെറ്റ് തിരുത്തണ്ടേ? അല്ല, ഇപ്പൊ ഈ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടായിട്ടായിരിക്കും പിഷാരടിനെ ആക്കുന്നുണ്ടാവും അല്ലേ? അതെന്തൊരു കഷ്ടാണ്. ആ കുട്ടിയോട് നിക്കാൻ പറ. അല്ല, ഇപ്പൊ അമ്മയുടെ അഭിപ്രായത്തിൽ തന്നെ പറ, പിഷാരടിയാണോ രാഹുലാണോ രാഷ്ട്രീയം കാരണം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല, ഞാൻ BJP-കാരിയാണ്. എന്നാലും ഞാൻ പറയാ, എനിക്ക് ഇഷ്ടം കുട്ടീനെയാണ്. എനിക്ക് ഇഷ്ടം കുട്ടീനെയാ രാഹുൽ മാങ്കൂട്ടത്തിന്. അതിനെ ഇഷ്ടപ്പെടാത്ത അതുപോലെ CPI-കാരും മറ്റുള്ള പാർട്ടിക്കാരും ഒക്കെ രാഹുലിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും കോൺഗ്രസ്സുകാരല്ലേ വിളിക്കുന്നത്? അല്ലല്ല, എനിക്ക് കുട്ടീനെ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു മിടുക്കനായ ചെറുപ്പക്കാരെ എന്തിന്റെ പേരിൽ ഇയാൾ പറയുന്നു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, കോടതിയിൽ നാണം കിട്ടു. ഇനി ഇയാൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇയാൾ ജനങ്ങളോട് പറയണ്ടേ? നമ്മൾ ചോദിക്കുക, എന്തിനാണ് ഇവരെ മാറ്റി നിർത്തേക്കുന്നത്? ഇല്ലല്ല, ഇയാൾക്ക് നല്ല ആൾക്കാരൊന്നും പിടിക്കില്ല. അന്ന് കണ്ടില്ലേ സുധാകരൻ മൈക്കെടുത്തപ്പോ ഇനി പിടിക്കുന്നോ, ഞാൻ പിടിക്കുന്നോ, വേണ്ട നിങ്ങൾ എന്നെ പിടിച്ചേക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ BJP-യുടെയും CPM-ന്റെയും ഐശ്വര്യമാണ് ഈ VD സതീശൻ. കണ്ടോ, നിങ്ങൾക്ക് യാതൊരു ചെലവില്ലാതെ പാലക്കാട് വിജയിക്കാനുള്ള അവസരം ഇവന് ഉണ്ടാക്കി തരുന്നത് കണ്ടോ? അങ്ങനെ പറയല്ല കേട്ടാ, അങ്ങനെ പറയല്ല, നമ്മൾ ജയിക്കും എന്തായാലും, അങ്ങനെ പറയല്ല. ഐശ്വര്യം അല്ല, ഈ സതീശൻ ഇരിക്കുന്നത് കണ്ടോ, ചുളുവില് ഒരു പാലക്കാട് നിങ്ങൾ എത്ര കണഞ്ഞ് പരിശ്രമിച്ചു അവിടെ ഈ രാഹുലിനെ തോൽപ്പിക്കാൻ. 17,000 എത്ര വോട്ടിനാണ് BJP-യുടെ എന്താ പറഞ്ഞ നല്ല A ക്ലാസ് മണ്ഡലത്തില് ഈ പത്തനംതിട്ട എന്ന് വന്ന ഈ ആദ്യ കന്നി മത്സരാർത്ഥി വിജയിച്ചു കയറിയത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അതുപോലൊരു മിടുക്കൻ നിന്ന അവന്റെ ആ മണ്ഡലത്തിലാണ് ഒരു ചെലവും ഇല്ലാതെ BJP-ക്ക് ഒരു അവസരം, ഒരു സീറ്റ് ഒപ്പിക്കാൻ. ഈ ശോഭാ സുരേന്ദ്രൻ ഓടി നടന്ന് കേരളത്തിൽ എവിടൊക്കെ മത്സരിച്ചു, ഇതുവരെ എവിടെയെങ്കിലും കച്ചു തൊട്ടോ? ഇപ്പൊ കണ്ടോ, ഈ ഒറ്റ പണി കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ജയിക്കാൻ പോവാ. അന്നേരം അവര് നന്ദി പറയേണ്ടത് ആരോടാ? രാഹുൽ മാങ്കൂട്ടത്തോടാ. അങ്ങനെ വേണ്ട, നിന്നിട്ട് ജയിച്ചോട്ടെ, ചെറിയ കുട്ടിയാന്ന് നിന്നിട്ട് ജയിച്ചോട്ടെ. അതിന് നമ്മൾ കൂടെ അങ്ങനെ പറയുമ്പോ ഈ പറയുന്ന ഈ പെണ്ണുങ്ങളെല്ലാം നമ്മളെ തലയിൽ എന്തിനാ കയറുന്നെന്നാ ഞാൻ ചോദിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാകണ്ടേ? അതല്ലേ കാര്യം. അവര് പറഞ്ഞത് എന്താ, ഇവിടെ BJP ജയിക്കും, ഇങ്ങനെ പോയാൽ BJP ജയിക്കും അവര് പറയുന്നേ. വേറെ ആര് അവർക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കുന്നു പറയാം? അവർക്ക് വേണേ പറയാമല്ലോ, എന്തുകൊണ്ട് പറയുന്നില്ല? നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ BJP-ക്ക് അതിനുള്ള ഒരു അവസരം അവിടെ ഒരുങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ അത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? സന്തോഷിക്കുകയല്ലേ വേണ്ടുന്നത്? അതിന് സന്തോഷം തന്നെയാണ്. പക്ഷെ എല്ലാവരും നമ്മളെ തലക്കയറണ്ടെന്ന് പറയുന്നത്. തലക്കയറില്ല, ഒരു കാര്യമല്ലേ പറയുന്നത്. ഇപ്പൊ ഇവന് പകരം ചാടിപ്പോയ കോൺഗ്രസിൽ നിന്ന് സരിൻ ജയിക്കാന്ന് അവര് പറഞ്ഞാലോ, അവരെന്തുകൊണ്ട് അവന്റെ പേര് പോലും ഉച്ചരിക്കുന്നില്ല? ആ പേര് പോലും ആർക്കും അറിയത്തില്ല. എന്തുകൊണ്ടാ? അവന് അത്രത്തോളം പ്രസക്തിയില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇപ്പോഴത്തെ ഫലപ്രഖ്യാപനം നമുക്ക് നടത്താം. രാഹുൽ മത്സരത്തിൽ ഇല്ലെങ്കിൽ, രാഹുൽ അവിടെ സ്വതന്ത്രനായി പോലും ഇല്ല എന്നുണ്ടെങ്കിൽ വിജയനില ഇപ്രകാരമാണ്. ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.